എന്തിനു വന്നേക്കാണ്? ലാലേട്ടന്റെ ചോട്ട മുംബൈയുടെ റീ റിലീസ് കാണാൻ വേണ്ടി വന്നേക്കാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഡയലോഗ്സ് ഒക്കെ എല്ലാം അറിയാം. പക്ഷെ എന്നാലും ഇങ്ങനെ ഫാൻസ് തന്നെയായിട്ട് വന്ന് ലാലേട്ടന്റെ പടം വീണ്ടും കാണുമെന്ന് പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അത് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഞാനൊരു ലാലേട്ടൻ ഫാനുമാണ്. കണ്ടിട്ട് എല്ലാം പറയാം. ആരുടെ ഞങ്ങൾ തിയേറ്ററിൽ ഇരിക്കുകയാണ്. ഫുൾ ഒച്ചപ്പാട് ബഹളമാണ്. അങ്ങനെ ഫിലിം കഴിഞ്ഞു. ഞങ്ങൾ പുറത്തിറങ്ങി. എൻ്റെ പൊന്നോ പറയാൻ പറ്റാം, വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ ഫാൻ ഷോ പോലുള്ളത് പോയിട്ടില്ല. ലാലേട്ടൻ്റെ ആ ഒരു ഓണത്തിൽ നിന്ന് ആരും തിരിച്ചിറങ്ങിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ലാലേട്ടൻ്റെ പടമാണ്. ഫാൻസ് എല്ലാവരും കൂടെ കാണാൻ വന്നു കഴിയുന്ന സമയത്ത് ഏതായിരിക്കും ഓണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. എല്ലാവർക്കും അറിയാവുന്നതാണ്. ജോസൊക്കെ കൂകി തെളിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും നന്നായിട്ട് കൂകി. ലാലേട്ടൻ ഏതൊക്കെ സമയത്ത് വരുന്നുണ്ടോ ആ സമയത്ത് മുഴുവൻ കൂകലായിരുന്നു. എന്തായാലും നന്നായി എൻജോയ് ചെയ്തു. ഇനി ഇതുപോലെ ഒരു പരിപാടിയൊക്കെ നടക്കില്ല എന്നുള്ളതൊന്നും അറിയത്തില്ല. ലാലേട്ടൻ്റെ പടമൊക്കെ ഇതുപോലെ ഇറങ്ങുകയാണെങ്കിൽ എല്ലാം പോയി കാണണം. ലാലേട്ടൻ മുത്തുമണിയാണല്ലോ. ഒരു ലാലേട്ടൻ ഫാൻ എന്ന നിലയ്ക്ക് പറയല്ല, ലാലേട്ടൻ മുത്തുമണിയാണ്. നീ മമ്മൂട്ടിയുടെ ആളാണോ? സോറി ഐ ആം സോറി അളിയാ. വേറെ ആരെയാണോ? അങ്ങനെ ഞങ്ങള് മുക്കം റോസിന്റെ അവിടുന്ന് സിനിമയൊക്കെ കണ്ടിട്ട് ഇപ്പൊ എവിടെ എത്തിയിരിക്കുകയാണ്? ഫുഡ് കഴിക്കാൻ വേണ്ടി കോഴിക്കോട് ടൗണിലെത്തി. ഇത്ര മനോഹരമായ രീതിയിൽ ഫുഡ് അന്വേഷിച്ച് വരാൻ പറ്റുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് വേറൊന്നുമില്ല. അത്രയും ദൂരം താണ്ടി വന്നിട്ടാണ് ഇവിടെ ഒരു കട കിട്ടിയത്. ഇനി ഞങ്ങൾ എന്തെങ്കിലും കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും വേറെ ഏതെങ്കിലും കട അന്വേഷിച്ച് പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ പുട്ട് മാത്രമേ ഉള്ളൂ. ഈ വെറൈറ്റി ഓഫ് പുട്ടുകൾ മാത്രം കിട്ടും. പുട്ട് വട്ടത്തിൽ ചുട്ടത്, അതുകൊണ്ട് ഇനി പുതിയ ഏതെങ്കിലും കട കണ്ടുപിടിക്കണം. എന്തെങ്കിലും കട കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പോയി നോക്കട്ടെ. വന്നിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ചിന്താവളപ്പ്. ഇവിടെ നിന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും കിട്ടുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അങ്ങനെ ചിന്താവളപ്പിൽ നിന്നും കാര്യമായി ചിന്തിച്ചിട്ട് ഇപ്പം ഞങ്ങളൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഫുഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുന്ന് ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുന്നു. അല്ല കുഞ്ഞാടെ, അതല്ലേ, ഇവിടുന്ന് ഇനി ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഡോറിൽ മുട്ടുന്നു. ചേച്ചി കഞ്ഞി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. പഴയങ്കഞ്ഞി, എനിക്ക് പഴയങ്കഞ്ഞിയെങ്കിലും കുടിക്കണം, അല്ലെങ്കിൽ ഞങ്ങളിവിടെ വീഴും. പാവ കുഞ്ഞൂസ് ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ ഒരു ഹായ് ഒക്കെ തന്നേനെ നിങ്ങൾക്ക്. സാരമില്ല, എന്തെങ്കിലും കിട്ടും നോക്കട്ടെ. വെളിച്ചുള്ളത് എവിടെയാണ്? പോൾസ്റ്റി കബാബ്. ഓക്കെ, ഇവിടെ ഒരു കബാബിൻ്റെ ഷോപ്പുണ്ട്. സജി സ്പെഷ്യൽ എന്തൊക്കെയാണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കുഞ്ഞാട് വായിച്ച് പഠിക്കുന്നുണ്ട്. മെനു കാർഡൊക്കെ കണ്ടിട്ട് ചുമ്മാ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്കിതിനകത്ത് സിഗ്നേച്ചർ റോളോ എന്ന് പറയുന്ന ഒരു ഐറ്റം മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടുത്തെ പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇവിടെ മൂവ് ചെയ്യുന്ന, അതായത് ഏറ്റവും നന്നായിട്ട് മൂവിങ് ആയിട്ടുള്ള 3 ഐറ്റംസിനകത്ത് ഒന്നും സിഗ്നേച്ചർ റോളോ തന്നെയാണെന്നാണ്. എന്താ ചെയ്യുക, ഞാൻ ഓൾറെഡി ബ്രില്യൻ്റ് ആണെന്നുള്ളത് വീണ്ടും വീണ്ടും കേട്ടിരിക്കുകയാണ്.
സജി ഓർഡർ ചെയ്യുന്നുണ്ട്, പ്ലേസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെൽഫിയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. സോ കഴിച്ചിട്ട് കാണാം. അല്ല, ഐറ്റം വന്ന് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഈ റെസ്റ്റോറൻറ്റ്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന പോസിറ്റീവ് കബാബ് റെസ്റ്റോറൻറ്റിൻ്റെ തലമൂത്ത കാർന്നവർ എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കിക്ക് അപ്പച്ചനെ കാണുമ്പോൾ ചെറുതായിട്ട് പേടിയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ആരും പേടിക്കണ്ട, അപ്പച്ചൻ പടമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മളെങ്ങനെ കഴിക്കേണ്ടതൊക്കെ പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് അവിടെ ഉള്ളതുള്ള റെഡ് സോസും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് വേണം കഴിക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. കുഞ്ഞുസിൻ്റെ സാധനം കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി എന്നാണ് തോന്നുന്നത്. നോക്കട്ടെ കുഞ്ഞുസ് കഴിച്ചിട്ട് എന്താ പറയുന്നത് നോക്കട്ടെ. കുഞ്ഞുസിൻ്റെ ഒപ്പീനിയൻ എന്താ നോക്കട്ടെ. സൂപ്പറാണോടാ? സൂപ്പറാണോ? കുഞ്ഞു അടിപൊളിയാണെന്നാ പറഞ്ഞത്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എഴുന്നേറ്റ് എന്ത് തന്നെ നിന്ന് ട്രൈ ചെയ്യേണ്ട അവസ്ഥയാണ്. പക്ഷെ നോക്കട്ടെ സാധനം ഉണ്ടെന്ന്. സബ് അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടു. ബീച്ച് റോഡ്, കാലിക്കറ്റ് ബീച്ച് റോഡ് ആ വഴി പാസ് ചെയ്യുന്നതാണ്. മേബി കുറേ ആളുകൾക്ക് അറിയായിരിക്കും, അത്യാവശ്യം ഫേമസ് ആണിത്. ഈ വഴി പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഓർഡർ ചെയ്ത റോളും വന്നിട്ടുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കാണാനൊക്കെ കൊള്ളാം. ഇത് മുഴുവൻ ഞാൻ കഴിച്ച് തീർക്കുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ വിശക്കുന്നത് കൊണ്ട് ഒരു മയത്തിലിരുന്ന് കഴിച്ച് തീർക്കാതെ ഞാൻ പ്രതീക്ഷിച്ചു. അതെ, ഞാൻ കഴിച്ച് തീർത്തില്ലെങ്കിൽ കുഞ്ഞത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതുകൊണ്ട് എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ്, സീരിയസ്ലി അടിപൊളിയാണ്. ഈ റോളുണ്ടല്ലോ നല്ല ജ്യൂസിയാണ്. നമ്മൾ സാധാരണ എന്താ പറയുക, സാധാരണ സ്ഥലങ്ങളൊക്കെ ചെന്നിട്ട് കബാബിൻ്റെ റോൾസൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷവർമ റോളൊക്കെ കഴിക്കുന്നൊരു ഫീലായിരിക്കും തോന്നുക. പക്ഷേ ഇതങ്ങനെയല്ല, ശരിക്കും ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കണം. കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഫി ഞാൻ കുടിച്ചു ഓൾറെഡി. നല്ല രസമുണ്ട് കോഫി, എനിക്കിഷ്ടമായി. സാധാരണ ഞാൻ കോഫി അങ്ങനെ ട്രൈ ചെയ്യാറില്ലാത്തതാണ്. ചായയോടാണ് താല്പര്യം കൂടുതൽ. ഇവിടെ ടീ അവൈലബിൾ ആയിരുന്നു, പക്ഷേ ഞാൻ ചുമ്മാ കോഫി പറഞ്ഞു നോക്കിയതാ. നല്ല ഫ്ലേവർ, എനിക്കിഷ്ടമായി. എൻ്റർടൈൻമെൻറ്റ് അതിവിടെ പോസിബിളാണ്. കുറച്ച് നേരമൊക്കെ നമുക്ക് ചില ഡിഷസൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും, കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ സമയത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എന്തെങ്കിലും ഗെയിംസൊക്കെ കളിച്ചുകൊണ്ടിരിക്കാം. ന്യൂസ് അവരോടൊക്കെ സെറ്റായി എന്നാണ് തോന്നുന്നത്. ആ പിള്ളേരാണെങ്കിലും നല്ല പിള്ളേരാണ്. എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക, ആ ഒരു സ്പിരിറ്റിൽ അവരുടെ കൂടെ നിന്ന് അവർ ചെയ്യുന്നുണ്ട്. കുഞ്ഞാട് ഈ മറ്റേ ഈ പഞ്ചായത്തിൽ ഓടി അരിമണി ഞാൻ പെറുക്കിയെടുത്തു എന്ന് പറയുന്നത്. പ്ലേറ്റിലെ എല്ലാ അരിമണിയും പെറുക്കിയെടുക്കുന്നുണ്ട്. ജോസ് കഴിക്കടാ, ജോസ് കഴിക്കാൻ പറഞ്ഞതാ. എനിക്ക് സത്യം പറഞ്ഞ ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഓരോ സ്റ്റോൺ എടുത്തിട്ട് ചൂട് ചായ ഊതി കുടിക്കുന്നതാണ് ഗുപ്തൻ ഇഷ്ടമെന്ന് പറഞ്ഞു. ഇവളങ്ങനെയല്ല, കാപ്പി വാങ്ങിയിട്ട് തണുപ്പിക്കും, എന്നിട്ട് ജ്യൂസ് കുടിക്കുന്ന പോലെ കുടിക്കും. വെറൈറ്റി അല്ലേ ഇത്? പക്ഷേ അടിപൊളിയായിരുന്നു. ഭയങ്കര സെറ്റപ്പായി സ്റ്റൈലായിട്ടൊക്കെ എന്ത് ചെയ്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതൊക്കെ ഞാൻ രാവിലെ വൈകുന്നേരം പള്ളിയിലൊക്കെ പോയായിരുന്നു. പള്ളിയിൽ പോയി കഴിഞ്ഞ് കുഞ്ഞാടിൻ്റെ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, സിനിമയ്ക്ക് വേണ്ടി പോകുന്നത്. കഷ്ടാലത്തിന് കുഞ്ഞാടിൻ്റെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഡ്രസ്സൊക്കെ മാറി തിരിച്ച് പള്ളിയിൽ കയറി പോകുന്ന ചെറുക്കാരാക്കിയിട്ടാണ് അറിയാൻ പറ്റിയത് എന്ത് വള്ളിച്ചെരുപ്പാണ് ഇട്ടേക്കുന്നത്. അത് കുഞ്ഞാടിൻ്റെ വള്ളിച്ചെരുപ്പ് കളർഫുള്ളാണ്, പേർപ്പിൾ ആൻഡ് പിങ്ക്. ഓ, മിങ്ങി നിൽക്കുന്നുണ്ടെന്ന് ജംസിയുടെ ശ്രീകൃഷ്ണ വന്നതാണ്. പിന്നെ ഞാൻ എന്തിട്ടാണ്
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സമാധാനവും സന്തോഷം ഞങ്ങൾ തിരിച്ചിറക്കിയിട്ടുണ്ട്. അതെ, അതുപോലെ വിശന്നിട്ടുണ്ടായിരുന്നു. അതെ, പക്ഷെ നടന്നിട്ട് കഷ്ടപ്പെട്ട് അന്വേഷിച്ചിട്ടാണ് കിട്ടിയത്. എന്താണേലും അടിപൊളിയായിരുന്നു. ഈ വഴി പാസ് ചെയ്ത് പോകുന്നവർ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ട്രൈ ചെയ്യണം. ഇവിടെ എന്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഏതാ ലീഗ് ഹൗസ്. ബുദ്ധിമതി. ലീഗ് ഹൗസിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിലാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. എല്ലാവരും വരണം, ട്രൈ ചെയ്യണം. അപ്പോൾ ഇനി ഞങ്ങൾ പോവുകയാണ്. പോയി കിടന്നൊന്ന് ഉറങ്ങി നാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നാളെ എന്തെങ്കിലും ചെയ്യുമോ? ഒന്നും ചെയ്തില്ല, അറിയത്തില്ല. അതെ, എഴുന്നേറ്റ വേറെ എന്തെങ്കിലും അപ്പോൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ ശരി, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അടിച്ച് പൊട്ടിച്ചിരിക്കണം. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞാടിന് വെള്ളം വേണം. എന്നിട്ടിപ്പം മരുന്ന് വഴിക്ക് വെള്ളം വാങ്ങാൻ വേണ്ടി കുഞ്ഞാട് പോയേക്കുവാണ്. കണ്ടോ, നിലാവത്ത് അഴിച്ചുവിട്ട് കോഴിനെ പോലെ പോണത് മുത്തുമണി. വെള്ളമൊക്കെ വാങ്ങി വരുന്ന വരവ് കണ്ടോന്ന് മോനെ. അങ്ങനെ ഞങ്ങളൊരു 2:40 ആയിപ്പം കുടിക്ക് എത്തിയിട്ടുണ്ട്. ബൈ കുഞ്ഞുസേ, ബൈ കൊടുത്തേക്ക് എല്ലാവർക്കും. അപ്പം എല്ലാം പറഞ്ഞല്ലേ, എല്ലാവരുടെ ആരോഗ്യമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് തൽക്കാലം ഞങ്ങൾ പോവുകയാണ്. ഇനി നമുക്ക് പിന്നെ എന്തെങ്കിലും കാണാം.